സന്തോഷം നൽകിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത KPCCയുടെ മുൻ അധ്യക്ഷനും മുൻ നിയമസഭാ സ്പീക്കറും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെയും കേരളത്തിലെ ലക്ഷക്കണക്കാകുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെയും ആരാധ്യനായ നേതാവും കൂടിയായ ശ്രീ VM സുധീരൻ അവർ, പ്രിയപ്പെട്ട KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ DCC പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, KPCC ജനറൽ സെക്രട്ടറി പ്രിയങ്കരായ മുഖ്യ അവർ, നമ്മുടെ എല്ലാ നേതാവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ദീർഘകാല നേതൃത്വം നൽകിയ UDFന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ ശ്രീ KC രാജേന്ദ്രൻ, പ്രിയങ്കരനായ നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, INDUCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ അവർ, മുൻ MLAയും KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ എഴുകോൺ നാരായണൻ ex-MLA അവർ, KPCCയുടെ സെക്രട്ടറിമാരായ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് P. ജർമിയാസ്, ബഹുമാനിയായ LK ശിവരേഖ അവർ, ബിന്ദു ജയൻ, ശ്രീ നടുക്കുന്നിൽ വിജയൻ, സൈമൺ അലക്സ്, സൂരജ് രവി, ശ്രീ R. രാജശേഖരൻ, തൊടിയൂർ രാമചന്ദ്രൻ, നജീബ്, പ്രിയപ്പെട്ട ശ്രീ ശശികണ്ഠൻ, RSPയുടെ ജില്ലാ സെക്രട്ടറി, എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ നാട്ടുകാരനുമായ പ്രിയപ്പെട്ട വേണു സാറ്, UDFന്റെ ചെയർമാൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർ സ്വാഗതം പറഞ്ഞ വിപിനങ്ങൾ, ഇനി മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാർ, എല്ലാ ബ്ലോക്കിൽ നിന്നും എത്തിയിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാർ, പോഷക സംഘടനയുടെ നേതാക്കന്മാർ, കുണ്ടറിൽ എത്തിയിട്ടുള്ള ഞാൻ എടുത്തു പറയുന്നത് ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നുണ്ടാണ്, അതുകൊണ്ട് വരാൻ വിഷമിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ല സി കേശവന്റെ, മഹാനായ സി കേശവന്റെ, അതുപോലെ തന്നെ മഹാനായ ശ്രീ DM വർഗീസിന്റെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ, സ്റ്റീഫൻ സാറിന്റെ, റഹീം സാറിന്റെ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ R. ശങ്കരന്റെ, കേരളം ചുമതല ഏറ്റെടുത്തതിനു ശേഷം ലീഡറുടെ അടുത്ത് പോയി, ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് പോയി, നേരെ വന്നത് കൊല്ലത്ത് ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിലാണ്. അദ്ദേഹത്തിന്റെ, ഞാന് പ്രസാദ് സാർ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിലാണ്, കോവൂരാണ് ഞാൻ ജനിച്ചത്, എന്റെ അമ്മയുടെ അവിടെയാണ്. എന്റെ അച്ഛന്റെ വീട് കൊട്ടാരക്കര മാവടിയാണ്. പക്ഷെ ഞാൻ വളർന്നത് ശാസ്താംകോട്ടയിലാണ്. ശാസ്താംകോട്ട ഉൾക്കൊള്ളുന്നത് കുന്നത്തൂരാണ്. കുന്നത്തൂര് കേരളത്തിന് സംഭാവന ചെയ്ത KPCCയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ തെന്നല ബാലകൃഷ്ണനുള്ള അവർക്ക്, നമ്മുടെ എല്ലാം ബഹുമാനായ എന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം നെടുമ്പനയാണ്. ആ നെടുമ്പന പണ്ട് ചാത്തന്നൂർ മണ്ഡലത്തിലായിരുന്നു. ചാത്തന്നൂരിന്റെ MLAയും KPCCയുടെ പ്രസിഡന്റുമായിരുന്ന പത്മനാഭൻ സാറിന്റെ ഒക്കെ പ്രൗഢമായ പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ നിന്നും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി എനിക്ക് പ്രവർത്തിക്കാൻ പാർട്ടി അവസരം തന്നു. എനിക്ക് തൊട്ടു മുമ്പും കൊല്ലത്തെ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രീ കുടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരം നൽകിയിരുന്നു. ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഈ DCC ഓഫീസിൽ നിന്ന് ഒരു അനുമോദനം, ഒരു പിന്തുണ, ഒരു സ്വീകരണം കിട്ടുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്.
കാരണം ഞാൻ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ശാസ്താംകോട്ട കോളേജിലെ KSUവിന്റെ ഒരു സാധാരണ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തകനായി അന്ന് ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി ജർമിയാസ. ഈ ബിൽഡിംഗ് പൂർത്തിയായിട്ടില്ല. നമ്മുടെ പഴയ ബിൽഡിംഗിൽ KSUവിന്റെ ജില്ലാ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടേക്ക് അന്നത്തെ താലൂക്ക് പ്രസിഡന്റ് ശ്രീ കല്ലട ഗിരീഷും എന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിച്ചാണ്. എന്റെ അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു ഓവർസിയറായിരുന്നു വാട്ടർ അതോറിറ്റി. അപ്പൊ അദ്ദേഹം എഞ്ചിനീയർമാരുടെ താഴെ ജോലി ചെയ്തിരുന്ന ഒരു ഓവർസിയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു എഞ്ചിനീയർ ആകണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ വലിയ എതിർപ്പായിരുന്നു. അപ്പൊ കോളേജിൽ ആദ്യമായി ഫസ്റ്റ് പ്രിലിമിനറി റെപ്രസെന്റേറ്റീവായിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പിന്നെ വീട്ടിൽ വന്ന് അനുവാദം ചോദിച്ചത് ശ്രീ അനിൽ എസ്. അപ്പോ അവരുടെ എല്ലാം കൂടെയാണ് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് DCC ഓഫീസിലേക്ക് കടന്നു വരുന്നത്. അന്നത്തെ KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ശ്രീ MM നസീർ എന്ന ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു കൃഷ്ണ ആ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ശ്രീ സുധീർ ജേക്കബ് ആ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അങ്ങനെ ഒരു KSU പ്രവർത്തകനായി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്ന ഞാൻ പിന്നീട് എനിക്ക് പാർട്ടി ഒരുപാട് അവസരങ്ങൾ തന്നു. അവസരങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ചുമതലകൾ തന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മളോടൊപ്പമില്ലാത്ത ശ്രീ ഉമ്മൻചാണ്ടി അവരുകളാണ്. പ്രിയങ്കനായ ശ്രീ PM ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയിലേക്ക് ഒരു ദിവസം 3 ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. എന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും KP അനിൽകുമാറിന്റെയും. ഞങ്ങൾ 3 പേരെയും ഒരു ദിവസമാണ് ദില്ലിയിൽ നിന്നും നിയമിച്ചത്. KSUവിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. KSU പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നു. ഞാനന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ KSU പ്രസിഡന്റുമാരെ എക്സ് ഒഫീഷ്യ മെമ്പർമാരാണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി. മെമ്പറായെങ്കിലും എനിക്ക് പേര് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ആ പ്രപ്പോസ് ചെയ്യുന്ന പാനലുകളാണ് അക്കാലത്ത് പിന്നെ ഡൽഹിക്ക് അയച്ച് പിന്നെ വരുന്ന ഒരു രീതിയാണ്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേരുകൾ തന്നു. കുറെ അസംബ്ലി മണ്ഡലങ്ങളില് പറയുമ്പോൾ ഈ പേരുകൾ പറയണമെന്ന് പറഞ്ഞ എന്തെങ്കിലും കുറെ പേരുകൾ എന്നെ എഴുതി തന്നു. ഞാൻ ആ പേരുകളുമായിട്ട് ഇരിക്കുകയാണ്. ആ മണ്ഡലം വരുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ പേര് പാനലിലേക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. പക്ഷെ കൊല്ലത്ത് വന്നപ്പോ പുനലൂർ മണ്ഡലത്തിന്റെ വന്നപ്പോ എന്റെ പേര് ശ്രീ ആര്യാട് മുഹമ്മദ് പുനലൂർ അസംബ്ലിയിലേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ശ്രീ ആര്യാടൻ എനിക്ക് തന്നവരായിരിക്കും അദ്ദേഹത്തിന് കുറെ പേര് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അദ്ദേഹം പുനലൂരിലേക്ക് എന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും പുനലൂരിൽ നിന്ന് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അതിനുശേഷം ഞാനിങ്ങനെ മാവിന്റെ വീട്ടിൽ വന്നു. എന്റെ ഒരു കൂട്ടുകാരൻ ഈ ഭീമ ജ്വല്ലറിയുടെ മകൻ എന്റെ ക്ലാസ്മേറ്റാണ്. അപ്പോ അയാൾ എന്റെ മാവിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് ആലപ്പുഴ വരെ പോവാം. അവിടെ ഒരു കൂട്ടുകാരൻ എന്റെ ക്ലാസ്മേറ്റ് തന്നെ ഒരാളുടെ ബന്ധുവിന്റെ കല്യാണമാണ്. അവിടെ പോകാൻ പറഞ്ഞു. എന്നെ വന്ന് ഈ മാവിൽ നിന്ന് കൂട്ടി ഞങ്ങൾ നേരെ ആലപ്പുഴ പോയി. ആലപ്പുഴ ചെന്നിട്ട് ചെങ്ങന്നൂർ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സജീവൻ എന്ന് പറഞ്ഞൊരു വക്കീലാണ് അവിടുത്തെ പാർട്ടി. ഇപ്പൊ അവർക്ക് ചെങ്ങന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. സജീവന്റെ വീട്ടിൽ ഒന്ന് ചെല്ലാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിൽ നേരെ ചെങ്ങന്നൂരിലേക്ക് വരുമ്പോൾ എന്നെ ആളുകൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു TV എഴുതി കാണിക്കുന്നു ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാണ്. ഞാൻ യാദൃച്ഛികമായി ഈ മാവടിയിൽ ഇരുന്ന എന്നെ കാലിൽ കയറ്റി ആലപ്പുഴ കൊണ്ടുപോയി. ആലപ്പുഴയിൽ നിന്ന് ഒരു കാര്യമില്ലാതെ ആലപ്പുഴ വരെ വന്നതല്ലേ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ചെങ്ങന്നൂരിൽ പോയി. പക്ഷെ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. കാരണം പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കുന്ന ചെങ്ങന്നൂരിലുള്ള ആളുകളെ എനിക്ക് കാണാൻ പറ്റത്തില്ല. രാത്രിയായപ്പോൾ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറ് അന്നത്തെ PCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ഞാനും തിരിച്ചു പോയിരുന്നു. വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ചെങ്ങന്നൂരിൽ പോയി ബ്ലോക്ക് പ്രസിഡന്റുമാരെയും
പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കാണണം, ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് ഒന്നിനും വേണ്ടി പോയതല്ല. നമ്മളോട് പാർട്ടി ഇന്നത് ചെയ്യണം, ഇന്നടുത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ 2 തവണ അവിടുന്ന് മത്സരിച്ചു. രണ്ടാമത്തെ തവണ ഞാൻ ജയിച്ചതിന് ശേഷം ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് നമ്മുടെ എല്ലാ നേതാവായ ശ്രീ വി.എം. സുധീരൻ അവരോട് കൂടെ എനിക്ക് അദ്ദേഹത്തിനൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അദ്ദേഹമാണ് എന്റെയും നീതുവിന്റെയും അന്ന് ഒരാളെയും കൂടെ നിയമിച്ചു. കൊല്ലം പാർലമെന്റ് സീറ്റ് RSPക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത ശ്രീ പീതാംബര കുറുപ്പിനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ വൈസ് പ്രസിഡന്റായി 3 പേരെയാണ് എന്നെയും നീതുവിനെയും ജനറൽ സെക്രട്ടറിമാരായി പീതാംബര കുറുപ്പിനെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. എനിക്ക് അങ്ങനെ KPCC പ്രവർത്തിക്കാൻ പറ്റി. അപ്പോ അതിനുശേഷം 16 ഞാൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ ട്രിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായി. ശോഭന ജോർജ് PM ഒക്കെ വളരെ ആത്മാർത്ഥമായി അവരെ പിന്മാറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു നിരാശയൊക്കെ ഉണ്ടായി. കാരണം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾ പെട്ടെന്ന് പരാജയപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു ദിവസം അവിടെ ചെങ്ങന്നൂരിൽ നേരം പോയില്ല, ചെങ്ങന്നൂരിൽ തന്നെ ഇരുന്നു അത്യാവശ്യം പാർട്ടി മീറ്റിങ്ങോ പൊതുയോഗമൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം എന്റെ ഭാര്യയുടെ കൂടെ മാങ്ങാറിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, TV എഴുതി കാണിക്കുന്നു KICC സെക്രട്ടറിയായി എനിക്ക് അത്ഭുതമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് KC വേണുഗോപാൽ വിളിച്ചിട്ട് പറഞ്ഞു, കർണാടകത്തിൽ അദ്ദേഹം KICC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ ടീമിലാണ് എന്നെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് എന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരോടൊപ്പം KPCC വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കുണ്ടറയിൽ മത്സരിക്കാൻ പാർട്ടിയിലെ കുണ്ടറയിലെ പ്രവർത്തകരും എല്ലാവരും അവരെയും കൂടി ആവശ്യം സ്വീകരിച്ചുകൊണ്ട് പാർട്ടി അവിടെ മത്സരിക്കാൻ നിർദ്ദേശിച്ചു. അവിടെയും മത്സരിച്ചു. അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. കൊല്ലത്ത് നമ്മുടെ സ്വന്തം ജില്ലയിലെ നേതാക്കന്മാരോടൊപ്പം കുറെ കാലങ്ങൾക്ക് ശേഷം വന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അത് തന്നെ വലിയ സന്തോഷമുള്ള. ഞാൻ അതിനുശേഷം വീണ്ടും മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നോട് കർണാടകത്തിൽ വീണ്ടും പോകണം, അവിടെ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അവിടുത്തെ AICC സെക്രട്ടറി ആയിട്ട് വീണ്ടും പോയി ചുമതലയായി കിടക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വീണ്ടും, കാരണം ഇതെല്ലാം പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്, എല്ലാം നമുക്ക് തന്നിട്ടുള്ള പാർട്ടിയാണ്. അവിടെ പോയി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചും ഇവിടേക്ക് വരാം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീണ്ടും പറഞ്ഞു, തെലുങ്കാനയിൽ ഇലക്ഷൻ ഡിസംബറിൽ നടക്കുകയാണ്, അപ്പൊ തെലുങ്കാനയുടെ ചുമതലയിൽ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തെലുങ്കാനയിൽ പോയി അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവിടുത്തെ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ തെലുങ്കാനയും കുണ്ടറയും കൊല്ലവും ഒക്കെയായി പ്രവർത്തിക്കുന്ന സമയമാണ്. ഞാൻ പാർട്ടിയുടെ ചുമതലകളിലൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരാളാണ് ശ്രീ VM പലപ്പോഴും പേഴ്സണലായി സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് എല്ലാ നമ്മുടെ ചുമതലകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓടിപ്പോയി കണ്ട് സന്തോഷം പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം ഓർക്കുകയാണ്. ഇത്തവണയും ഞാൻ യഥാർത്ഥത്തിൽ തെലങ്കാനയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ ശ്രീ KC വേണുഗോപാലിന്റെ വീട്ടിൽ വെച്ച് തെലങ്കാന PCC പ്രസിഡന്റ് മഹേഷ് ഗൌഡ്, അവിടുത്തെ AICC ജനറൽ സെക്രട്ടറി മീനാക്ഷി നടരാജൻ, ഞാൻ എന്റെ ഒപ്പമുള്ള AICC സെക്രട്ടറി, ഞങ്ങൾ അവിടെ പോയി ആ ചർച്ചയെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ KC വേണുഗോപാൽ കേരളത്തിലോട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്, പാർട്ടി തീരുമാനിക്കുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ചോദ്യമായിട്ട് മാത്രമേ ഞാൻ തന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ അന്ന് തിരിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം കുണ്ടറയിലെ പരിപാടികൾ കഴിഞ്ഞ് കാഞ്ഞിരോട് പള്ളിയിൽ അച്ഛന്റെ പട്ടംകൊട ചടങ്ങുണ്ട്. പട്ടംകൊട കഴിഞ്ഞ് അതിന്റെ സമയം 5 മണിക്കാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പട്ടംകൊട ചടങ്ങിൽ 5 മണി വരെ ഉണ്ട്, അതിന് പൊതുസമയം തുടങ്ങുമ്പോൾ വന്നാലെന്ന് പറഞ്ഞു. ഞാൻ അത് കണക്കാക്കി കാഞ്ഞിരോട് പള്ളിയിലോട്ട് കയറാൻ നേരം
എനിക്കൊരു കോൾ വന്നു, ടി വിയിൽ എഴുതി കാണിക്കുന്നു KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി. എന്തിനാണ് ഞാനിത് പറയുന്നത് അറിയാം? പാർട്ടി വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ പാർട്ടി നമ്മളെ വിശ്വസിക്കുന്നില്ല. ഒന്നിനെയും പുറകെ പോകാനോ ലോബി ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഉപയോഗിക്കാൻ കൊള്ളും എന്ന് തോന്നിയാൽ പാർട്ടി നമ്മളെ ഉപയോഗിക്കും. പാർട്ടി നമുക്ക് ചുമതലകളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വത്തിൽ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ പ്രവർത്തിച്ച് നേരത്തെ ഇവിടെ ശ്രീ KC രാജൻ അവരോടും പ്രസിഡന്റുമെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ നേതാക്കളെല്ലാം ഞാൻ KSU ആയിരുന്ന കാലം മുതൽ കണ്ട നേതാക്കന്മാരാണ് ഈ വേദിയിലുള്ള നേതാക്കൾ. രാജേട്ടൻ, DC പ്രസിഡന്റ്, സാറെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ആദർശ പുരുഷനായ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, DCC, കർഷക കോൺഗ്രസ്, KPCC ഒക്കെ ആയി അദ്ദേഹം DCC പ്രസിഡന്റായിരുന്നു. ബാക്കി ഇവിടെ ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരും എന്റെ KSU ശാസ്താംകോട്ട കോളേജിലെ PDP പ്രവർത്തനം മുതൽ ഇതുവരെയുള്ള സമയങ്ങളിൽ എന്നെ അടുത്തറിയാവുന്നവരും പിന്തുണച്ചിട്ടുള്ളവരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരും എല്ലാ കാലത്തും ഒപ്പം നിന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ ആ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കാൻ ശ്രീ വേണു സാർ, പ്രസാദ് അവരടക്കമുള്ളവരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും പറഞ്ഞല്ലോ, നമുക്ക് തീർച്ചയായും ഈ നല്ല ആത്മവിശ്വാസം വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ തവണ 2 പേരാണ് ഇവിടെ നിന്നും നിയമസഭയിലേക്ക് ഞാനും മഹേഷുമാണ് പോയതെങ്കിൽ ഇത്തവണ ഞാൻ നമ്പർ പറയുന്നില്ല, നല്ല നമ്പർ ഇവിടെ നിന്നും നിയമസഭയിൽ പോയി. എന്നാൽ ചെറിയ വ്യത്യാസത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇപ്പോ അനുകൂലമായ ഗവൺമെന്റ് വിരുദ്ധ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ്. ജനങ്ങളിൽ സർക്കാർ മാറാൻ ആഗ്രഹിക്കുന്നത്. നിലമ്പൂരിലടക്കം നമ്മൾ ഉജ്ജ്വലമായ വിജയം നേടും. ലോക്കൽ ബോഡിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള മടിയും കാണിക്കരുത്. 8 മാസം നമ്മൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചാൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയും. കൊല്ലത്തിന്റെ ഉന്നതമായ നേരത്തെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ ആ പാരമ്പര്യത്തിന്റെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ കൊല്ലം ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും. വ്യക്തമായ ഒന്നും തന്നെ പറയുന്നില്ല. ഇവിടെ രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥ, പെരുമഴയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒത്തുചേരേണ്ട ഒരു സ്വീകരണവുമല്ല. ടീം KPCC എന്ന് പറയുന്നത് പോലെയാണ് ഇതും ഒരു ടീമാണ്. വേദിയും സദസ്സും എല്ലാം ഒരേ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാരാണ്, ഒരേ ചുമതല ബോധ്യമുള്ള നേതാക്കന്മാരാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ ബോധ്യത്തിലാണ് ഒരുമിച്ച് ഇവിടെ ചേർന്നിട്ടുള്ളത്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. ഈ സ്നേഹത്തിന്, വാത്സല്യത്തിന്, പിന്തുണയ്ക്ക് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ ശാസ്താംകോട്ട സുധീർ അടക്കമുള്ളവർ ഇപ്പോ ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ സ്വീകരണ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുത്തു ബഹളമൊക്കെ വെച്ച് ഇതിന്റെ എല്ലാം കൂടെ നടക്കേണ്ട എന്റെ അനിയൻ ശാസ്താംകോട്ട സുധീർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പ്രതാപവർമ്മ തമ്പാൻ ഉണ്ടായിരുന്നു, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ശ്രീ പുനലൂർ മധു ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാം പ്രിയങ്കനായിരുന്ന സത്യൻ ശ്രീ D സത്യശീലൻ, നമ്മുടെ തൊട്ട് മുമ്പ് വരെയും, അത് സത്യം പറഞ്ഞാൽ ആ പേര് ഓർമ്മ വരാത്തതിന്റെ കാരണം രാജശേഖരൻ ചേട്ടൻ മരിച്ചു എന്നൊരു ഓർമ്മയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാജശേഖരൻ ചേട്ടൻ എന്തോ തിരക്ക് കാരണം ഇന്ന് വരാതിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അടക്കമുള്ള നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കന്മാർ അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.